ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമുക്കറിയാം PSC അതിന്റെ പ്രായപരിധിയായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ഇപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. എസ്പെഷ്യലി ഒരു പ്രായപരിധി കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് ഇനി എങ്ങനെയാണ് മറ്റ് പ്രൊസീജിയേഴ്സ് എന്നും അവർ ഇതുവരെയുള്ള രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ കൺസേൺ ഉണ്ടല്ലേ. സോ ആ പ്രായപരിധി കഴിഞ്ഞവർ ഇനി അങ്ങോട്ട് എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെല്ലാം പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഏജ് ലിമിറ്റ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഓക്കെ, ഏജ് ലിമിറ്റ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം വരാൻ പോകുന്ന ഫെബ്രുവരി 27 മുതലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വിജ്ഞാപനം ബാധകമായിട്ട് വരുന്നത് അല്ലെ. ഫെബ്രുവരി 27 മുതൽ വരുന്ന വിജ്ഞാപനങ്ങൾക്കാണ് ഈ പറയുന്ന പുതിയ പ്രായപരിധി എന്ത് ചെയ്യുന്നത് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ പുതിയ ഈ ഒരു നിയമപ്രകാരം അല്ലെങ്കിൽ പുതിയ വിജ്ഞാപനം പ്രകാരം നമുക്കറിയാം ജനറൽ കാറ്റഗറിയുടെ പ്രായം എന്ന് പറയുന്നത് 40 വയസ്സാണ്. ഓക്കെ, ജനറൽ കാറ്റഗറിയിൽ എത്രയാണ്, 40 വയസ്സായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത്. അതൊരു OBC കാറ്റഗറി ആണെങ്കിൽ 43 വയസ്സ്, SC/ST കാറ്റഗറി ആണെങ്കിൽ എത്രയാണ്, 45 വയസ്സ് വരെയാണ് ഇനി നിങ്ങളുടെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 40, 43, 45 വയസ്സ് വരെയാണ്. അപ്പോൾ ജനറൽ കാറ്റഗറിയിൽ എത്രയാണ്, 40 വയസ്സാണ് അല്ലെ. 40 വയസ്സായിട്ട് എന്ത് ചെയ്തു, ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പോസ്റ്റുകളിലും യൂണിഫോം പോസ്റ്റുകൾക്കും ടീച്ചിങ് വേക്കൻസികളും പ്രത്യേകം ഏജ് ലിമിറ്റ് വരുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജനറൽ പോസ്റ്റുകൾ ഇപ്പം നിങ്ങൾ കൂടുതലായിട്ട് നോക്കിയാൽ LDC പോലുള്ള പോസ്റ്റുകളിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഈ പ്രായപരിധി എന്ന് പറയുന്നത് എത്രയാണ്, 40 വയസ്സായിട്ടാണ് നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ഉയർത്തിയിരിക്കുന്നത് അല്ലെ. അപ്പോൾ LD ആയിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ടും എല്ലാവർക്കും ഈ പ്രായപരിധി ഉയർത്തുന്നതും കാര്യങ്ങളെല്ലാം ചർച്ചയിൽ വന്നത് തന്നെ. അപ്പോൾ LDയുടെ ഒക്കെ കേസിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ 40 വയസ്സ് തന്നെയാണ് എന്താണ് നിലവിൽ ഉയർത്തിയിരിക്കുന്ന പ്രായം എന്നുള്ള അറിഞ്ഞിരിക്കുക. അപ്പോൾ ഫെബ്രുവരി 27 മുതലൊക്കെ വരാൻ പോകുന്ന വിജ്ഞാപനങ്ങൾക്ക് ഈ ഒരു ഏജ് ആയിരിക്കും എന്ത് ചെയ്യുക, അവിടെ വാലിഡ് ആയിട്ട് വരിക. അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻസ് കാണും. ഈ പറയുന്ന പോലെ ഓൾറെഡി ഈ ഏജ് ഓവർ ആയതുകൊണ്ട് PSCക്ക് പഠിക്കാതിരുന്ന അല്ലെങ്കിൽ PSCയുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ വരാൻ പോകുന്ന എക്സാമുകളുടെ രജിസ്ട്രേഷൻ വരുമ്പോഴത്തേക്ക് അവിടെ 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത് പുതിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരിക്കും, ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആയിരിക്കും. കാരണം നമുക്കറിയാം 36 വയസ്സ് അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ യൂസർ ID പാസ്വേഡ് നമ്മൾ പ്രൊഫൈൽ ഒന്നും നോക്കാറില്ല. പക്ഷേ എന്ന് വെച്ചാൽ പ്രൊഫൈൽ ഡിലീറ്റ് ചെയ്ത് പോകുന്നുണ്ടോ, ഇല്ല, പ്രൊഫൈൽ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ പുതിയതായിട്ട് എക്സാമിന് അപ്ലൈ ചെയ്യണം. അത് നേരത്തെ നിങ്ങൾക്ക് പ്രൊഫൈൽ ഉള്ള ഒരു വ്യക്തിയാണ്, പക്ഷേ ഏജ് ഓവർ ആയതാണ്. പക്ഷേ ഇപ്പോൾ റിവൈസ് ചെയ്ത ഒരു ക്രമം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള കൺസേൺ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഒരു പുതിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാടില്ല, ന്യൂ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, പുതിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യരുത്. പുതിയ പ്രൊഫൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ PSCയുടെ ബാൻ വരെ കിട്ടാനുള്ള സാധ്യത, നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ നിയമനം ലഭിക്കാനോ ഒന്നും ഉള്ള സാധ്യത ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, നിങ്ങൾ പുതിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഏജ് ഓവർ ആവുന്നതിന് മുൻപ് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന, ആ പ്രായപരിധി കഴിയുന്നതിന് മുൻപ് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ പ്രൊഫൈൽ എന്താണ്, ഇപ്പോഴും വാലിഡ് ആണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇനിയും രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഒരു കാരണവശാലും പുതിയൊരു പ്രൊഫൈൽ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അത് PSCയുടെ ഭാഗത്തു നിന്നും ബാൻ വരെ കിട്ടുന്നതിന് എന്താകും, അവിടെ കാരണമാകും. നമുക്ക് നിയമനം എന്ത് ചെയ്യില്ല, നടക്കില്ല. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ എന്ത് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന എന്താണ്, നമുക്ക് പാസ്വേഡും കാര്യങ്ങളെല്ലാം നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരുപാട് പേര് മറന്നുപോയി കാണും അല്ലേ. പാസ്വേഡും യൂസർ ID ഒക്കെ നമുക്ക് അറിയാം, കുറേ നാളായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പാസ്വേഡും യൂസർ ID ഒക്കെ ഓൾറെഡി മറന്നുപോയ ഒരുപാട് പേരുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം, നിങ്ങൾ ആ 1 ടൈം രജിസ്ട്രേഷൻ്റെ ടൈമിൽ യൂസ് ചെയ്ത ആ ഒരു മൊബൈൽ നമ്പർ ഇപ്പോഴും നിങ്ങൾക്ക് വാലിഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ PSCയുടെ പ്രധാനമായിട്ട് 3 ഹെൽപ്പ് ലൈൻ നമ്പേഴ്സാണ്. ഇത് 166 എന്ന് പറയുന്ന നമ്പറുണ്ട്, ആൻഡ് 51969 എന്ന് പറയുന്ന ഈ ഒരു നമ്പറുണ്ട്, ആൻഡ് 9223166166 എന്ന് പറയുന്ന ഈ ഒരു നമ്പറുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, SMS അയച്ചാൽ മതി. അതേ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ID കിട്ടാൻ വേണ്ടിയാണ് മെസ്സേജ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന 3 നമ്പറിൽ ഏതെങ്കിലും ഒന്നിലേക്ക് KL സ്പേസ് USR എന്ന ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക. അതുപോലെ പാസ്വേഡ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ KL സ്പേസ് USR സ്പേസ് RST യൂസർ ID ജനന തീയതി എന്നിങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ മെസ്സേജ് അയക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സിലേക്ക് മെസ്സേജ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുവഴി നിങ്ങൾ അന്ന് യൂസ് ചെയ്ത അതേ മൊബൈൽ നമ്പർ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും വാലിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് ഇപ്പോഴും അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഈ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസർ IDയും പാസ്വേഡും റിട്രീവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങളുടെ കയ്യിൽ അന്ന് യൂസ് ചെയ്തിരുന്ന മൊബൈൽ നമ്പർ ഇപ്പോൾ ഇല്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അതാണ് പ്രധാനപ്പെട്ട പലരുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം ഏകദേശം 15 ലക്ഷത്തോളാണ് പുതിയ ആപ്ലിക്കൻസ് വരാനായിട്ട് പോകുന്നത് അല്ലേ. അതിലെങ്ങനെ പോയാലും കുറേ പേർക്ക് എന്ത് കാണില്ല, ഈ പറയുന്ന പോലെ അവരുടെ മൊബൈൽ നമ്പർ ഇപ്പോൾ വാലിഡ് ആയിരിക്കില്ല അല്ലെ. ഒരുപാട് പേര് അന്ന് യൂസ് ചെയ്ത നമ്പരൊക്കെ പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അന്ന് യൂസ് ചെയ്ത മൊബൈൽ നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് PSC ഓഫീസിൽ അല്ലെ PSCയുടെ ജില്ലാ ഓഫീസിലേക്ക് പോവുക. ഓക്കെ, ഡിസ്ട്രിക്റ്റ് PSC ഓഫീസിലേക്ക് പോവുക.
അവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു വാലിഡ് ID പ്രൂഫ്. മെജോറിറ്റി നിങ്ങൾ എന്തെങ്കിലും യൂസ് ചെയ്യുക, ആധാർ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫും ഉണ്ടായിരിക്കണം, ഒരു പുതിയ ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത് രണ്ടുമാണ് നിങ്ങൾ PSC ഓഫീസിൽ പോകുമ്പോൾ വേണ്ടത്. അപ്പോൾ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, OTP യൂസ് ചെയ്തിട്ട് ഈ പുതിയ മൊബൈൽ നമ്പർ എന്ത് ചെയ്യാം, ഡിസ്ട്രിക്ട് PSC ഓഫീസിൽ പോയിട്ട് നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യാം അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ പുതിയ മൊബൈൽ നമ്പറിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ അതേ പ്രൊസീജിയേഴ്സ് ചെയ്താൽ ഈ നമ്പറിലേക്ക് ഈ മെസ്സേജ് അയച്ചു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്തിരുന്ന ആ ഒരു പ്രൊഫൈലിൽ അവിടെ നിങ്ങൾ PSC ഓഫീസിൽ പോവുക, മൊബൈൽ നമ്പർ ഇപ്പോൾ ഉള്ളൊരു വാലിഡ് നമ്പറിലേക്ക് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. പിന്നീട് ഇതേ പ്രൊസീജിയേഴ്സ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ മെസ്സേജ് നിങ്ങൾ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങളുടെ ആ പഴയ അക്കൗണ്ടിന്റെ യൂസർ ഐഡിയും പാസ്വേഡും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആകും. ഓക്കെ, മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ടവർ മാത്രം ഈ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ അന്ന് യൂസ് ചെയ്ത മൊബൈൽ നമ്പർ ഇന്നും വാലിഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മാത്രം മതി, ഈ തന്നിരിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പേഴ്സിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് യൂസർ ഐഡിയും പാസ്വേഡും എന്ത് ചെയ്യാം, റിട്രീവ് ചെയ്യാം. സോ ഇങ്ങനെ റിട്രീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് കൃത്യമായിട്ട് എന്ത് അപ്ലോഡ് ചെയ്യുക. ഇപ്പം നിങ്ങൾ ഈ 36 വയസ്സ് കഴിഞ്ഞാൽ ഏജ് ഓവർ ആയതിനു ശേഷം പുതിയതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ക്വാളിഫിക്കേഷൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു കാലാവധിക്ക് ശേഷം വന്നാണെങ്കിലും പ്രായത്തിന് ശേഷം വന്നാണെങ്കിൽ ഇനി അത് വാലിഡ് ആണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പ്രൊഫൈലിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റു കാര്യം, നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ അറിയാലോ, കുറേ നാളായിട്ടൊക്കെ ഉപയോഗിക്കാത്തൊക്കെ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ പ്രൊഫൈൽ ഫോട്ടോ നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ അതും നല്ല, കമ്പൽസറി ആയിട്ട് പറയുന്നില്ലെങ്കിൽ പോലും അത് ചേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ അതും എന്താണ്, നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ പ്രായപരിധി ഉയർത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പ്രായപരിധി കഴിഞ്ഞിട്ടുള്ളവർ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഫോഴ്സ് എക്സാംസിന്റെ ആപ്ലിക്കബിൾ ആണ്, നമുക്കറിയാം ഓൾറെഡി ഇത് ആപ്ലിക്കബിൾ ആണ് എന്നുള്ള കാര്യം ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. നമുക്കറിയാം 18 to 26 ആയിരുന്നു പഴയ പ്രായപരിധി എന്ന് പറയുന്നത് അല്ലേ, 18 to 26 ആയിരുന്നു പഴയ പ്രായപരിധി എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ജനറൽ കാറ്റഗറിയിൽ 18 മുതൽ 30 വയസ്സ് വരെയാണ്. OBC കാറ്റഗറി ആണെങ്കിൽ 18 മുതൽ 33 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ SC ST കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 18 മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഫോഴ്സ് യൂണിഫോം പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ടീച്ചിങ് വരും, നമുക്കറിയാം LPST UPST HST ഒക്കെ വരുമ്പോഴത്തേക്ക് 18 to 40 എന്നുള്ള പ്രായപരിധി എത്രയായിട്ട് ചേഞ്ച് ചെയ്തു, 18 മുതൽ 40. നേരത്തെ 18 മുതൽ 40 ആയിരുന്നു, ഇതിപ്പോൾ 18 മുതൽ 44 വയസ്സ് വരെയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രായപരിധി ടീച്ചിങ് എക്സാംസിന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് PSCയുടെ ഭാഗത്ത് നിന്ന് ഈ പ്രായപരിധി ഉയർത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് പുതിയ ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു പ്രായപരിധി മാറ്റുന്ന നിലയിൽ വന്നതിന് ശേഷം നമുക്ക് നടക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് നമ്മുടെ 2027 നടക്കാൻ പോകുന്ന LDC എക്സാംസ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ LDC എക്സാമിന് ഇനി നിങ്ങൾക്കറിയാം പലരുടെയും ലാസ്റ്റ് ചാൻസ് ആണ്. ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവരുണ്ടായിരിക്കും, അവസാനമായിട്ട് എഴുതാൻ പോകുന്നവരുണ്ടായിരിക്കും, ഓൾറെഡി എഴുതി കിട്ടാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് എല്ലാം വേണ്ട നമുക്കറിയാം, നിലവിലെ LDCയുടെ റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്കറിയാം കട്ട് ഓഫ് ക്ലിയർ ചെയ്യാന്നുള്ളതിനപ്പുറത്തേക്ക് ഹയർ റാങ്ക് സ്കോർ ചെയ്യാന്നുള്ളതായിരിക്കണം ഇനി അങ്ങോട്ട് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. കട്ട് ഓഫ് മാത്രം ക്ലിയർ കൊണ്ട് വല്ല കാര്യമുണ്ടോ, ഇല്ല. സോ ലോങ് ടേം പ്രിപ്പറേഷൻ തന്നെയാണ് നമുക്ക് ആവശ്യം. മാക്സിമം നേരത്തെ പഠിച്ച് സിലബസ് കവർ ചെയ്യുക, ബാക്കി ടൈം എന്തിനു വേണ്ടി യൂസ് ചെയ്യാം, റിവിഷന് വേണ്ടി യൂസ് ചെയ്യുക. സോ 150 ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. 150 ഡേയ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്യാം. കംപ്ലീറ്റ് സിലബസ് കവറേജ് ആണ് മുന്നോട്ട് വെക്കുന്നത്. ആൻഡ് അത് ഡെയിലി സ്റ്റഡി പ്ലാന്റെ ബേസിസിലായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസ് പ്രൊവൈഡ് ചെയ്യാം. സോ ഓരോ ദിവസവും എത്ര നേരം പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, ഇങ്ങനത്തെ കൺസേൺസ് ഒന്നും വേണ്ട. ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ്, അതിൻ്റെ ക്ലാസ്സുകൾ, അതിൻ്റെ നോട്ട്സ്, ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡെയിലി ബേസിൽ പ്രൊവൈഡ് ചെയ്യും വിത്ത് മെന്റർഷിപ്പ് സപ്പോർട്ടോടുകൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് റെഗുലർ ബേസിസിൽ നമുക്ക് PYQ ബേസ്ഡ് റിവിഷൻ ഉണ്ടായിരിക്കും. നമ്മൾ എക്സാം കഴിയുന്നതിന് വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യേണ്ട. പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ PYQ ബേസ്ഡ് റിവിഷൻ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് റെഗുലർ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റുകളും കണ്ടക്ട് ചെയ്യും. ഓക്കെ, സോ ഏതൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ PYQസും നമ്മൾ എന്ത് ചെയ്തിരിക്കും, ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കും. മോക്ക് ടെസ്റ്റുകളിലൂടെയും PYQസിലൂടെയും അതിന് പാരലായിട്ട് അതിനുള്ള റിവിഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യും. ആൻഡ് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു സെൽഫ് അനാലിസിനുള്ള ഒരു ഓപ്ഷൻ, എവിടേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, എവിടേക്കാണ് വീക്ക്, ഇതൊക്കെ കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും അല്ലേ. ആൻഡ് നമുക്കറിയാം വരാൻ പോകുന്ന വർഷം ന്യൂ SCRT, കഴിഞ്ഞ വർഷം നമുക്കറിയാം SCRT ഒരു വലിയ സോഴ്സ് തന്നെയാണ്. പക്ഷേ ഈ വർഷം നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട എക്സാമുകളിലേക്കെല്ലാം SCRT ഒരു വലിയ സോഴ്സ് തന്നെയായിരിക്കും. സോ SCRTയുടെ ചാപ്റ്റർ വൈസ് ക്ലാസ്സും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കറന്റ് അഫേഴ്സിന്റെ സെക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. സോ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. 2027 LDC ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ ഉറപ്പായിട്ടും അത് ക്രാക്ക് ചെയ്തിരിക്കുമെന്ന് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാച്ച് തന്നെയാണ് നമ്മുടെ മിഷൻ LDC 2027 എന്ന് പറയുന്നത്. അത്രയും കോൺഫിഡൻ്റ് ആയതുകൊണ്ട് മാത്രം നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു ഓഫറാണ്. ജോലി കിട്ടിയതിന് ശേഷം മാത്രം എന്ത് മതി, പകുതി ഫീസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്താൽ മതി. ഓക്കെ, കാരണം അത്രയ്ക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, നമ്മൾ അത്രയ്ക്ക് കോൺഫിഡൻറ്റുമാണ്. സോ എത്രയും വേഗം സ്ക്രോൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. സ്ക്രോൾ
കൊടുക്കാവുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പ് വരുത്തുക. ബാക്കി ഡീറ്റെയിൽസും ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. സോ എത്രയും വേഗം പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ഓൾ ദ ബെസ്റ്റ്, സീ യു.